അല്ല ഗണപതി. അങ്ങനെ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഗണപതി റോഡ് സൈഡിൽ തന്നെ ചക്ക ഇടാനായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ചെറിയൊരു ചക്ക അവൻ തുമ്പിക്കൈയിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഇങ്ങനെ വണ്ടിയൊന്നും നിർത്താതെ പോകുന്നത്. മറ്റുള്ള ആനകളെ പോലെ അല്ലല്ലോ, നമ്മുടെ ഈ ഒരു ആന നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ചക്ക ഇടുന്നത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതുപോലെ പോകുന്ന വഴിക്കാണ് ഇവൻ റോഡ് സൈഡിൽ തന്നെയായിട്ട് ചക്കയും പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. തൊട്ടടുത്ത് പ്ലാവുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി ഇവൻ വീണ്ടും ചക്ക ഇടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും നേരം ആരും കാണാതെ നൈസായിട്ട് അവിടെ നിന്നിട്ട് ചക്കയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതാ കണ്ടില്ല, എല്ലാവരും നോക്കി കാണാണ്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കള്ളത്തരം കൈയോടെ പിടികൂടിയതിൻ്റെ ഒരു നിരാശ അവൻ്റെ മുഖത്തുണ്ട്. എന്നാലും അവൻ ആ ഒരു തീറ്റ നിർത്തിയിട്ടില്ല. തുമ്പിക്കൈയിൽ വീണ്ടും ചക്ക വീണ്ടും കേട്ടോ. അപ്പോൾ അവൻ വീണ്ടും തുമ്പിക്കൈ നിർത്തി ചെറിയ ആ ഒരു പ്ലാവിൻ്റെ ഇലയൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ തിന്നുന്നത് നല്ല വലിയ ചക്കയൊന്നുമല്ല കേട്ടോ. ഈ പ്ലാവിലൊക്കെ ചക്കയായി വരുന്നതേ ഉള്ളൂ. തീരെ കുഞ്ഞി ആ ഒരു പരിവല്ലേ, അതാണ് കേട്ടോ ഇവൻ ഈ പറിച്ച് തിന്നുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് അത്ര വലിയ ചക്കയൊന്നുമില്ല. ചക്ക ഉള്ളത് കാണാനും കൂടെ പറ്റില്ല. പക്ഷെ അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ അതിനകത്തുള്ള ആ ഒരു ചെറിയ ചക്കകളാണ് ഇപ്പോൾ പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവൻ വീണ്ടും തുമ്പിക്കൈ നീട്ടിയിട്ട് ആ ഒരു ചക്ക പറിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ആ ഒരു പ്ലാവിനെ തൊട്ടുരുമി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു അവൻ വീണ്ടും ചക്ക പറിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, അവൻ ഒരു ചക്ക കിട്ടാൻ മരം കയറാൻ വരെ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത്. അവൻ എത്തുന്നില്ല, ഏറ്റവും ടോപ്പിലാണെന്ന് തോന്നുന്നു ചക്കകളെല്ലാം കിടക്കുന്നത്. അവൻ മാക്സിമം ശ്രമിച്ച് അവന് പറ്റാവുന്നതൊക്കെ അതേ പറിക്കുന്നുണ്ട്. ഈ ഒരു ചക്ക പറിച്ചിട്ട് അവൻ്റെ നോട്ടം നോക്കി, നമ്മളേതാണ്ട് അവൻ്റെ പറമ്പിൽ കിടന്നിട്ട് അവൻ്റെ ചക്ക ഏതോ പറിച്ച രീതിയിലാണ് അവൻ നമ്മളിപ്പോൾ നോക്കി നിൽക്കുന്നത്. പിന്നെ അവൻ്റെ കള്ളത്തരം നമ്മളിവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ചമ്മലും അവനുണ്ട്. പക്ഷെ എന്നാൽ അവൻ്റെ ഒരു കുറുമ്പിനൊരു കുറവുമില്ല. അതാ ഒരു ചക്ക വായിൽ വെച്ചതിന് ശേഷം പ്ലാവിലിനി അടുത്ത ചക്കയുണ്ടോ എന്നുള്ളതാണ് അവൻ്റെ നോട്ടം. അവൻ വീണ്ടും തുമ്പിക്കൈ ഉയർത്തിയത് അടുത്ത ചെറിയ ഒരു ചക്ക കണ്ടിട്ടുണ്ട്, നോട്ടിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അവൻ എത്തിച്ച് ആ ഒരു ചക്ക പറിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് എത്തിയില്ലെങ്കിൽ അവൻ വീണ്ടും ആ ഒരു പ്ലാവിലേക്ക് കയറുന്നുള്ളത് ഉറപ്പാണ്. കയറാന്ന് പറഞ്ഞാൽ ആ ഒരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അങ്ങനെ വെച്ചിട്ട് ആ ഒരു ചക്ക തുമ്പിക്കൈ കൊണ്ട് പറിക്കും. നല്ല രസമാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്നത് ഫെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫെൻസിങ്ങുള്ള ധൈര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് പോലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ അടുത്ത് വളരെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് എപ്പോഴും സേഫ്. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എപ്പോൾ ഒരു വീഡിയോ കാണിച്ചാലും നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുള്ളൂ. പിന്നെ ഇവിടെയുള്ള മിക്ക ആനകളുടെയും ക്യാരക്ടറൊക്കെ നമുക്കറിയാം. പക്ഷേ എല്ലാ ആനകൾക്കും ഒരു ദേഷ്യം പിടിച്ച ക്യാരക്ടർ തന്നെയായിരിക്കും. എല്ലാം വന്യമൃഗമാണല്ലോ. പക്ഷെ അവരുടെ ചില സമയത്ത് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ടും അവർക്ക് ശല്യമില്ലാന്ന് തോന്നുന്നത് കൊണ്ടൊക്കെയാണ് അവർ നമ്മളെ ഉപദ്രവിക്കാത്തത്. അതുമാത്രമല്ല, ഇവിടെയുള്ള ആളുകളായാലും ആന വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വഴിയിൽ നിന്ന് പരമാവധി മാറിക്കൊടുക്കും. അപ്പോൾ ആനയ്ക്ക് അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക്, ഇപ്പോൾ പുഴയിലേക്കാണെങ്കിൽ പുഴയിലേക്ക്, കാട്ടിലേക്കാണെങ്കിൽ കാട്ടിലേക്ക് അതിന് കയറി പോകാൻ പറ്റും. ഒരിക്കലും അതിൻ്റെ മുന്നിൽ കയറി നിൽക്കാറില്ല. നമുക്ക് ആന വരണ കാണുമ്പോൾ പറയാം അത് എങ്ങടേക്കാണ് പോണേ. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. ആരും അതിൻ്റെ മുന്നിൽ കയറി നിൽക്കാറില്ല. അപ്പം നിങ്ങളിവിടെയൊക്കെ വരുന്ന സമയത്ത് ആനേനെ കണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചീത്ത പറയാറൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയുള്ള ആളുകൾക്ക് അറിയുള്ളൂ അത് ആന എവിടേക്കാണ് പോകുന്നത്, ആന എന്തിനാണ്. നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആന അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും അതവിടെ തിന്നുകൊണ്ട് നിൽക്കുന്നത്. ആന ചിലപ്പോൾ പോകാൻ ഉദ്ദേശിച്ച വഴിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് തന്നെ. പിന്നെ മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല ഇവർ പോകാൻ ഉദ്ദേശിച്ച വഴി കൂടെ തന്നെ പോവുള്ളൂ. അപ്പോൾ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മാറിയതിന് ശേഷമാണ് അവർ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ആളുകളായാലും അല്ലെങ്കിൽ വാച്ചർമാരായാലും നിങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലും ആനയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വന്ന് നിൽക്കരുത്. പരമാവധി മാറി നിൽക്കുക. അപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വിഷ്വൽസൊക്കെ ആയാലും കിട്ടുള്ളൂ. ഒരിക്കലും ഇതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ദേഷ്യപ്പെട്ട രൂപമല്ലാതെ നമുക്ക് നല്ലൊരു വിഷ്വലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പിന്നെ ഇവൻ നമ്മുടെ ഗണപതി ആയതുകൊണ്ട് നമ്മളെ കണ്ടാലും വലിയ സീനൊന്നുമില്ല. ഇവന് കൂടുതലും ആളുകളൊക്കെ ഉള്ള ഭാഗത്ത് വന്നാലും വലിയ പ്രശ്നമില്ല. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഈ ഒരു ആന തിരിച്ചറിയണമെന്നില്ല. ഇവിടെയുള്ള ആനകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആനകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ചെറിയ കൊമ്പും ശരീരപ്രകൃതിയും എല്ലാം ഏകദേശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആനകളും ഒരുപോലെ തന്നെ തോന്നും. പക്ഷെ അതിൽ നിന്ന് ഗണപതിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് ചെറിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും
ശ്രദ്ധിച്ചൊക്കെ നിൽക്കുക. പ്രത്യേകിച്ച് ആനകളുടെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് റോഡിലൊക്കെ ആയാലും ആനകളുടെ അടുത്ത് പോയി ഒക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു വരുന്നവരെങ്കിലും ഈ ഒരു ആനകളെയൊക്കെ കണ്ട് വെപ്രാളൊക്കെ കാണിച്ച് അപകടമൊക്കെ വരുത്തി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ആനയെ കാണുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സൗണ്ട് എടുക്കലൊക്കെ ആയി കഴിയുമ്പോൾ ആന തന്നെ ലാസ്റ്റ് മടുത്തിട്ട് കയറിപ്പോകും. അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറ്. അപ്പോൾ ഇനി അതൊക്കെ ശ്രദ്ധിക്കുക. വന്യമൃഗമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഇട്ട് നിന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ഇവരെ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഗണപതി ഇതാ ഒരു പ്ലാവിലുണ്ടായിരുന്ന അവന് കയ്യെത്താവുന്ന രീതിയിലുള്ള എല്ലാ ചക്കയും ഇട്ടതിന് ശേഷം അവൻ എന്താ പുഴയിലേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോകുന്ന വഴിക്ക് ഇതാ കുറച്ച് റബ്ബറിലൊക്കെ പറിക്കുന്നുണ്ട്. എന്തിനാണാവോ ഇവനങ്ങനെ അധികം റബ്ബറിലൊന്നും തിന്നാറില്ല. ഇവന് ചക്കയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും പോയ വഴിക്ക് ഇരിക്കട്ടെ എന്ന് കരുതി റബ്ബറിലൊക്കെ പറിച്ച് ചുമ്മാ ദേഹമൊക്കെ ഇട്ട് അതിൻ്റെ മേത്ത് ഉരച്ചിട്ട് അത് അവൻ പുഴയിലേക്ക് ഇറങ്ങി പോവാണ്. പുഴയിൽ ഇറങ്ങിയ ശേഷം നമ്മുടെ ചെക്കൻ്റെ ഒരു ഗംഭീര നീരാട്ട് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി ചക്ക സീസണാണ്, വേനൽക്കാലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വന്യമൃഗങ്ങളൊക്കെ ഇനി കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ പുഴയിലും തോട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരിക്കലും നമ്മളിങ്ങനെ പുഴയിലൊക്കെ ആനയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലരുത്. ചിലപ്പോൾ നമുക്ക് പുഴയിൽ തന്നെ കാണണമെന്നില്ല. ഇവരൊക്കെ പുഴയിൽ നിന്ന് കരക്കയിലേക്ക് കയറി നിൽക്കായിരിക്കും. നമ്മൾ പെട്ടെന്ന് ചെന്ന് ഇതിൻ്റെ മുന്നിലൊക്കെ ചെന്ന് പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പല സ്ഥലവും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ടൂറിസ്റ്റുകൾക്കൊക്കെ ഇറങ്ങാനായിട്ട് അനുവാദമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ചെന്ന് ഇറങ്ങി കൊടുക്കരുത്. അതുമാത്രമല്ല അപകടവും വിളിച്ച് വരുത്തരുത്. നമ്മുടെ പുഴയിൽ ഇത്രയും വെള്ളമുള്ളൂ എന്ന് കരുതിയിട്ട് ഇതാ കണ്ടില്ലേ, ഒരു ആനയ്ക്ക് മുങ്ങാൻ വരെയുള്ള ആഴമുണ്ട് നമ്മുടെ ഈ ഒരു പുഴയിൽ. അപ്പോൾ പുഴയിൽ ഇറങ്ങുന്നവർ വേനൽക്കാലമൊക്കെ ആയാലും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങാം. ചാലക്കുടി പുഴ വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചക്ക ഇട്ടതിന് ശേഷം നമ്മുടെ ഗണപതി ഇതാ പുഴയൊക്കെ കടന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടാൻ പാകത്തിനൊന്നുമില്ല. ഒരുപാട് നാളായി ഇത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിന് പറ്റിയൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് പരമാവധി വെട്ടി കുറച്ച് ചുരുക്കുന്നത്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടൻറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.